So, a very warm welcome and good morning to one and all. Welcome to the day 3 of Atmamillan Gratitude Practice and Affirmations. നമ്മൾക്ക് പറ്റുമെങ്കിൽ ക്യാമറാസ് ഓൺ ആക്കുക. ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾക്ക് ആദ്യം തന്നെ ഒരു സ്മൈലിൽ തുടങ്ങാം, ഒരു ചെറിയൊരു പുഞ്ചിരി. ഓക്കെ, യെസ്. ബി താങ്ക്ഫുൾ ഫോർ ഈച്ച് മൂമെന്റ്. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് മൂമെന്റ്. ഓരോ സെക്കൻഡിനും, ഓരോ മൂമെന്റിനും, ഓരോ നിമിഷത്തിനും ബി താങ്ക്ഫുൾ ഫോർ. ഇന്ന് കണ്ണ് തുറന്നതിന്, ശ്വാസം എടുക്കാൻ സാധിച്ചതിന്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് എല്ലാം കാര്യങ്ങൾ ഇപ്പോൾ നല്ല അർത്ഥത്തിൽ, നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ വിത്ത് എ സ്മോൾ സ്മൈൽ, എ warm smile from our hearts. Yes. Once again, good morning. Good morning. Yeah. Hi. ഉറക്കപ്പിച്ചാണെങ്കിലും എന്നെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് സ്വയം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തി, നിങ്ങൾക്ക് വേണ്ടി മാത്രമായി അടുത്ത അരമണിക്കൂർ നിങ്ങൾ ടൈം കണ്ടെത്തിയതിന് ആദ്യം നിങ്ങളോട് തന്നെ നന്ദി പറയുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ആയിരിക്കട്ടെ, ഞാൻ എല്ലാ ദിവസവും ഈ സമയത്ത് എണീക്കാറുണ്ട്. വാട്ട് ഇസ് സോ സ്പെഷ്യൽ? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഈസി ബട്ട് എ വെരി ഹാർഡ് പ്രാക്ടീസ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് കണ്ട് എനിക്കതെല്ലാം ദിവസം കിട്ടുന്നതാണ്, അതില് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അത്രയും നമ്മൾ പറഞ്ഞു തീർക്കാറേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് സമയം കൊടുത്ത് നിന്ന് അതൊന്ന് ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി, അതെനിക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണോ? മറ്റുള്ളവർക്ക് കിട്ടാറുണ്ടോ? എനിക്ക് കിട്ടുന്ന പോലെ മറ്റുള്ളവർക്ക് കിട്ടാറുണ്ടോ? അപ്പോ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും ദാറ്റ് മേക്സ് യു ഫീൽ സ്പെഷ്യൽ. എനിക്ക് കിട്ടുന്ന പോലെ മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ല, അവർക്ക് അവരുടെ രീതിയിൽ കിട്ടുന്നു. സോ ദാറ്റ് മേക്സ് മൈ എക്സ്പീരിയൻസസ് സോ സ്പെഷ്യൽ. അപ്പോ ടേക്ക് എ ടൈം, അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻസ്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. I have only positive experiences in my life and I have only learnings in my life. ഇത് രണ്ടും മാത്രമേ നമ്മുടെ ലൈഫിലുള്ളൂ. ഒന്നല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് എക്സ്പീരിയൻസസ്, ഇല്ലെങ്കിൽ എനിക്ക് ലേണിങ്സ്. നമ്മൾ ലൈഫിനെ കാണുന്ന രീതി മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫിനെ തന്നെ മാറ്റാൻ സാധിക്കും. വി ഹാവ് എ ഫേറ്റ് ആൻഡ് വി ഹാവ് എ ഡെസ്റ്റിനി. സിമിലർ ആണെങ്കിലും വി ക്രിയേറ്റ് ആർ ഡെസ്റ്റിനീസ് പാത്ത്, വി ക്രിയേറ്റ് ആർ ഫേറ്റ്സ് പാത്ത്. സോ നമ്മളുടെ കയ്യിൽ പ്രസന്റ് മോമെന്റിലാണ് എന്ത്? ദ കീ ടു അവർ ഹാപ്പിനെസ്. സോ ടേക്ക് യുവർ കീ. സൂക്ഷിച്ചു വെക്കണേനെക്കാട്ടും നല്ലത് കറക്റ്റ് ഡോറുകൾ തുറക്കുന്നതിന് പകരം എല്ലാ ഡോറുകളും തുറക്കുക. അതിൽ നിന്നും കാണുന്ന കാഴ്ചകൾ, കിട്ടാവുന്ന എക്സ്പീരിയൻസസ് എല്ലാം എടുക്കുക. ഒരു ഡോറ് പൂട്ടിയാൽ മറ്റേ ഡോറ് തുറക്കും. ഇറ്റ് ഇസ് റിയലി ഗുഡ്. ബട്ട് വാട്ട് ഇഫ് യു ഗെറ്റ് എക്സ്പീരിയൻസസ് ഫ്രം ഈച്ച് ഡോർ എക്സ്പീരിയൻസസ്? ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവില്ലേ? ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം എന്താ പറയാ, എംപവേർഡ് ആവില്ലേ? ദാറ്റ് ഇസ് ദ വേർഡ്, ഫീലിംഗ് എംപവേർഡ്. അത്രയും പേഴ്സണലി നമ്മൾക്ക് അറ്റൻഷൻ കിട്ടുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഷമി ചേച്ചി, ഓവർ ടു യു. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അതൊരു മെമ്മറിയാണ്, ഒരു പാസ്റ്റ് ഇൻസ്റ്റൻസ് ഓർക്കുന്നതാണ്. നമ്മൾക്ക് ഇഷ്ടം പോലെ മെമ്മറീസ് ഉണ്ട്.
സോ ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് ലേണിങ്സ്. സോ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഓർക്കുക, മനസ്സിലാക്കുക, ഉള്ളിലോട്ട് എടുക്കുക. എങ്ങനത്തെ പാസ്റ്റ് എക്സ്പീരിയൻസസ്? എല്ലാം പാസ്റ്റ് എക്സ്പീരിയൻസസ്, എല്ലാം മെമ്മറീസ്. ഈ മെമ്മറീസ് നമ്മൾ കാണേണ്ട രീതി എങ്ങനെയാണ്? ഒരു ഗ്രേറ്റ്ഫുൾനെസ്, ഒരു താങ്ക്ഫുൾനെസ്, ഒരു നന്ദി സൂചകമോടെ. യശമി ചേച്ചി. യെസ്, ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതായാലും എൽവിസ് തുടങ്ങി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല എൽവിസെ, തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അതെ, യെസ്, സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയത്, ആത്മമിലൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് മിക്കവാറും എല്ലാവരും ആ വേർഡ് ഇപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ അർത്ഥം ചകഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നന്ദി എന്നൊരു വാക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. നന്ദി എന്ന വാക്കിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് താങ്ക് യു എന്ന വേർഡായിരുന്നു. ഇതുവരെ താങ്ക് യു ആണ് ഉപയോഗിച്ചിരുന്നത്. താങ്ക് യു എന്ന് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡായിരുന്നു താങ്ക് യു. പക്ഷെ അത് എത്രത്തോളം നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡും താങ്ക് യുവും തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു നമ്മൾ വാക്കുകൊണ്ട് പറയുമ്പോഴും അത് മനസ്സിൽ ഉൾക്കൊണ്ട് പറയുമ്പോഴാണ് അത് ഗ്രാറ്റിറ്റ്യൂഡായി മാറുന്നത്. മനസ്സറിഞ്ഞ് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ലൈഫിലും ഒരുപാട് മുന്നോട്ട് പോകാൻ തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്തുണ്ട്, എന്തൊക്കെ നമുക്ക് ലഭിച്ചു, നമ്മുടെ നേട്ടങ്ങളിൽ മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ് ഉണ്ടാവുക. നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ലഭിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മളെ സഹായിക്കും. മിക്കവാറും നമ്മളെല്ലാവരും എന്തില്ല എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. എനിക്കതില്ല, ഇതില്ല, അത് വേണം, ഇത് വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാത്ത കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് ഭിന്നശേഷിക്കാരായ ആൾക്കാർ, അംഗവൈകല്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നേടുന്ന സമയത്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമ്മുടെ പൂർണ്ണ ശരീരത്തോടു കൂടി ഉണ്ടായിട്ട് പോലും നമ്മൾ കൃത്യമായി നമ്മുടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ ഒന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് രീതിയിൽ ഒരുപാട് ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ടോക്സുകൾ നമുക്ക് കേൾക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഒരു റീതിങ്ക് ചെയ്യുകയും അതിന് ഗ്രേറ്റ്ഫുൾ ആവുകയും ചെയ്യുകയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ചെയ്യുന്നത്. നമുക്ക് നമ്മൾ പറയാറുണ്ട് ഉള്ളവന് കൂടുതൽ കൂടുതൽ ലഭിക്കും എന്നുള്ളത്. അത് ഉള്ളവന് കൂടുതൽ കൂടുതൽ ലഭിക്കും എന്നുള്ളത് അത് പണത്തെ സംബന്ധിച്ചുള്ള ഒരു വാക്കല്ല. നന്ദിയുള്ളവനാണ് കൂടുതൽ കൂടുതൽ ലഭിക്കുക. നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണോ അത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് എല്ലാ കാര്യങ്ങളും, അബൻഡൻസ് ആയിക്കഴിഞ്ഞാലും, ഹെൽത്ത് ആയിക്കഴിഞ്ഞാലും, മെൻ്റൽ ഹെൽത്ത് ആയിക്കഴിഞ്ഞാലും, ഈവൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈലി പോസിറ്റീവ് സ്റ്റേറ്റിൽ ഉള്ളൊരു മൈൻഡായി നമ്മുടേത് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്താൽ മതി. നമുക്കൊരാൾ ഒരു ഗിഫ്റ്റ് നൽകി കഴിഞ്ഞാൽ, ഇപ്പം എൽവിസ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ഞാൻ ആ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനതിൻ്റെ കുറ്റങ്ങളൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എൽവിസിന് വീണ്ടും എനിക്കൊരു ഗിഫ്റ്റ് തരാൻ തോന്നുമോ എൽവിസെ? പിന്നെ ആ ഗിഫ്റ്റിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുകയില്ല. നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുകയും അതിന് താങ്ക്ഫുൾ ആവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഗിഫ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ എൽവിസ് തന്ന ഗിഫ്റ്റ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആ സാധനം എന്നുള്ള രീതിയിൽ
ഞാൻ അത്രയും ഹാപ്പിനെസ്സോട് കൂടി ആ ഗ്രേറ്റ്ഫുള്ളായി ഞാൻ അവനോട് ആ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇനി ആ ഒരു ടൈപ്പ് സാധനം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം എവിടെ കണ്ടു കഴിഞ്ഞാലും അത് എനിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ അത് കരുതാനും എനിക്ക് തരാനും അവൻ മനസ്സ് കാണിക്കും. സെയിം തന്നെയാണ് യൂണിവേഴ്സും ചെയ്യുന്നത്. യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന കാര്യങ്ങളിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങളിൽ, നമ്മുടെ അനുഗ്രഹങ്ങളിൽ, നമ്മുടെ ഓരോരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരിത്തിങ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നന്ദിയുള്ളവരാകും. അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളിൽ ഒഴുക്ക് കൂടുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഏത് തരത്തിലൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. നമ്മളെ പേഴ്സണാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈവൻ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പോലും നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ മലയാളത്തിലൊരു വാക്കുണ്ടല്ലേ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള മോഹൻലാലിൻ്റെ ഒരു പാട്ടുള്ളൊരു സിനിമയിൽ. അപ്പോൾ നന്ദി ആരോടാണ് നാം ചൊല്ലേണ്ടത് അല്ലേ? നമ്മളിപ്പോൾ രാവിലെ 5:30 ഓണാക്കി വീഡിയോ ഓണാക്കിയിരിക്കുന്നവരുണ്ട്, അല്ലാതെ കേൾക്കുന്നവരുണ്ട്. ഈ 5:30 നമ്മൾ എഴുന്നേറ്റ് വന്നു എന്നുള്ളത്, എഴുന്നേൽക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരു കാര്യമല്ലേ? എത്ര പേര് കേൾക്കാതിരിക്കും? ഈ ലോകത്ത് നമ്മളെപ്പോലെ എഴുന്നേൽക്കണം എന്ന് കരുതി ഇന്നലെ ഉറങ്ങിയവരിൽ എത്ര പേരാണ് ഇന്ന് എഴുന്നേൽക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു വിരലിലെണ്ണാവുന്ന ആൾക്കാരെങ്കിലും എഴുന്നേൽക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട്. ഇന്നലെ രാത്രി ബെഡിലേക്ക് പോയിട്ട് നല്ല ഉറക്കം കിട്ടാത്തവരുണ്ട്. നല്ല ഉറക്കം ആഗ്രഹിച്ചു പോയിട്ട് പോലും അത് കിട്ടാത്തവരുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ടാവും. ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നല്ല മഴയാണ്, ഇടിയും മഴയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയം നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, ആ ഒരു തണുപ്പ് ആസ്വദിച്ചുകൊണ്ട്. അപ്പൊ ജീവിതം പലതരത്തിലാണ് പലർക്കും. പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. നമ്മൾ അതിനെ നന്ദിയോടെ കൂടി കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഞാനും എൽവിസും തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സെൽഫായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു NLP പ്രാക്ടീസിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വന്നിട്ടുണ്ട്. നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരിൽ പോലും നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആശ ടീച്ചർക്കൊക്കെ കൃത്യമായിട്ടത് മനസ്സിലാവും. സിമി ഒക്കെ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് എന്നിലുണ്ടായ മാറ്റങ്ങൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരിലും മാറ്റം വരുത്താൻ നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സാധിക്കും. എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ നമ്മളെ ഈ നന്ദി എന്ന വാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, നമ്മൾ ലൈഫിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എനിക്ക് നന്ദിയുള്ളവളാകാൻ, എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്തൊക്കെ റിസോഴ്സുകളാണ് എൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഹയർ പൊസിഷനിൽ നിങ്ങൾ വിചാരിക്കുന്ന ആരായി, ചിലപ്പോൾ ഗോഡ് പല തലത്തിലുള്ള, അള്ളാഹു ആവാം, ജീസസ് ആവാം, ഈവൻ ഹിന്ദു മതത്തിൽ ഉള്ളവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പോൾ അവരവർക്ക് അവരുടെ അതായ ആ ഒരു ഹയർ പൊസിഷൻ ഉണ്ടാവാം. ഇനി അതിലൊന്നും വിശ്വാസമില്ലാത്തവർക്ക് ഒരു യൂണിവേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ആവാം. ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഹയർ പൊസിഷൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം കൂട്ടാൻ നമുക്ക് ഇത്തരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യെസ് എൽവിസ്? ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സെൽഫ് അവെയർ ആവും നമ്മൾ എത്രത്തോളം നമ്മുടെ ഗുണങ്ങളിൽ, നമ്മുടെ പോസിറ്റിവിറ്റിയിൽ അങ്ങനെയൊക്കെ ഇതാകും തോറും നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും.
നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ എംപതറ്റിക് ആവും, മറ്റുള്ളവരിലേക്ക് കൂടി നമ്മൾ നോക്കാൻ തുടങ്ങും. മറ്റുള്ളവരെ സിമ്പതിയോട് കൂടിയല്ല, നമ്മളൊരു എംപതിയോട് കൂടി കാണാൻ നമുക്ക് സാധിക്കും. അവർക്കും ഇതുപോലുള്ള നല്ല നല്ല റിസോഴ്സുകളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ ഈ തരത്തിൽ പെരുമാറില്ലായിരുന്നു എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരും. ഫോർഗിവ്നെസ് അവിടെ സാധ്യമാകും. ഫോർഗിവ്നെസ് സാധ്യമാകുന്നതോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡിന്റെ വേറൊരു തലത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. സെൽഫ് അവെയർനെസ്സും എംപതിയും പോസിറ്റിവിറ്റിയും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ സയന്റിഫിക്കായി തെളിയിച്ചൊരു കാര്യമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്ന 2 ഹോർമോണുകൾ, ഹാപ്പി ഹോർമോൺസ് എന്നാണ് അവരെ വിളിക്കുന്നത്. 4 ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതിൽ ഡോപ്പമിനും സെറോട്ടോണിനുമാണ് ഗ്രാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹാപ്പി ഹോർമോൺസ്. നമ്മുടെ ഗ്രേറ്റ്ഫുൾ ആകും തോറും ആ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. നമ്മുടെ എന്താണ് കംപ്ലീറ്റ്ലി ഒരു ഹാപ്പിനെസ്സിലൂടെ കടന്ന കാര്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാപ്പി ഹോർമോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എത്രത്തോളം സിമ്പിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റേജുകളിലൂടെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പോലും ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി അധികം ഒന്നും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് നമ്മൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നും അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞ് എന്തൊക്കെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ, നമുക്കതൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഇനി എത്ര ദൂരം മുന്നോട്ട് പോകണം എന്നുള്ളതിനേക്കാൾ നമ്മൾ എത്ര ദൂരം മുന്നോട്ട് വന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഈ ഒരു 5 വർഷം കൊണ്ട് എനിക്കുണ്ടായ മാറ്റം വളരെ വലുതാണ്. അതിലും ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ടുണ്ടായത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. 2024 എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരു വർഷമാണ്. അതേ ചേഞ്ച് അത്രയും സ്പീഡിൽ മറ്റുള്ളവർക്കും കൂടി ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ആത്മമിലൻ ഈ ഒരു സമയത്ത് രാവിലെ ഒരു ദിവസത്തിന്റെ ആ തുടക്കത്തിൽ വളരെ സൗജന്യമായി തന്നെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം നമുക്കുണ്ടായ മാറ്റത്തിൽ യെസ് ഓക്കെ യെസ് താങ്ക് യു. സമയത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് എൽവിസ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കിട്ടിയ സമയത്തെ കുറിച്ച് പോലും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആകണം. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നീട്ടി വലിച്ചു പോകുന്നില്ല. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വലിച്ചു നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രത്തോളം പവർഫുൾ, നമ്മൾ ഇത് സിമ്പിൾ പറയുമ്പോൾ ജാവ സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ സിമ്പിൾ ആണ് പക്ഷെ അത്രത്തോളം പവർഫുള്ളുള്ള, അത്രത്തോളം റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എഴുതാൻ പോവുകയാണ്. നമ്മുടെ ബുക്കും പേനയും റെഡിയല്ലേ? യെസ്. നമുക്ക് ഓൾവേസ് അത് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം നമുക്കത് കൂടെ തന്നെ കൊണ്ടുപോകാം. ആ പുസ്തകത്തിൽ നിങ്ങൾ എഴുതുക, നിങ്ങൾ എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ നന്ദി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞ് ഒന്ന് എഴുതാവോ? നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ എല്ലാ ദിവസവും നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് സെപ്പറേറ്റ് ജേർണൽ കീപ്പ് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്ന ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊരു ബൈബിൾ അല്ലെങ്കിൽ ഒരു ഹോളി സ്ക്രിപ്ചർ, ഗീത പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഖുറാൻ പോലെ, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും എടുത്തോ, തോറ, തനീക്ക പോലെ ഒരു സീക്രട്ട് സ്ക്രിപ്ചർ പോലെ കീപ്പ് ചെയ്യുക. ഏത് എൻട്രി എഴുതുമ്പോഴും അതാത് ഡേറ്റ് എഴുതുക. ഫസ്റ്റ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ സെൽഫ്,
അത് ഞാൻ എഴുതുന്നത്. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ച് എഴുതാം. എനിക്ക് സിമ്പിൾ ആയിട്ട് വെക്കാനാ ഇഷ്ടം, എനിക്ക് ലൈഫ് സിമ്പിൾ ആയിട്ട് ജീവിച്ചാൽ മതി. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ സിംപ്ലിസിറ്റീസ് ഇൻ ലൈഫ്. സോ ഞാൻ എഴുതുന്നത് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ സെൽഫ്. കാരണം ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി. ഓക്കെ, ദ ക്രിയേറ്റർ ഇസ് വിതിൻ മൈ സെൽഫ്. സോ ഐ ആം ദ ക്രിയേറ്റർ ഇറ്റ് സെൽഫ്. ആ അർത്ഥത്തിലാണ് ഞാൻ ആ ഒരു ഹോളി ടെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആദ്യത്തെ സെന്റൻസ് എടുക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് റൈറ്റ് 5 മിനിമം 5 തിങ്സ് ദാറ്റ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. അത് എഴുതുമ്പോൾ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ എയർ ദാറ്റ് ഐ ബ്രീത്ത് എന്ന് മാത്രം എഴുതരുത്. നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗും കൂടി അതിലേക്ക് എഴുതുക. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദ എയർ ദാറ്റ് ഐ ബ്രീത്ത് ബിക്കോസ് ഐ ഹാവ് ബീൻ ബ്ലെസ്ഡ് വിത്ത് അബണ്ടൻസ് എന്ന് ഞാൻ എഴുതും. നിങ്ങൾ അത് എങ്ങനെ എഴുതും? കാരണം ഐ സ്റ്റേ ഇൻ ഡൽഹി റൈറ്റ് നൗ. എനിക്കറിയാം എയറിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. പൊല്യൂഷൻ ഇവിടെ വൺസ് സ്റ്റാർട്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ, ദിവാലിയുടെ സീസൺ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ, എയർ പൊല്യൂഷൻ ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്കറിയാം എത്രത്തോളം ഞാൻ എൻ്റെ നാട്ടിലെ അറ്റ്മോസ്ഫിയറിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു ദിവസം പോലും മാസ്ക് ഇടാണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല പുറത്ത്. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്നും കൂടി എഴുതുക. ഓക്കെ, യെസ്, റൈറ്റ് 5 തിങ്സ് ദാറ്റ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. അറ്റ്ലീസ്റ്റ് 5 തിങ്സ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഇതൊരു ലേണിംഗ് സെഷൻ ആണ്, ഇതൊരു ഫെസിലിറ്റേറ്റിംഗ് സെഷൻ ആണ്. ഐ ആം വെച്ച് തുടങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് വെച്ച് തുടങ്ങാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് കേൾക്കുക. എന്തൊക്കെയാണ് എനിക്ക് വരുന്ന റിസോഴ്സസുകൾ? എന്നെ നിലനിർത്തുന്ന എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, എൻ്റെ ഫാമിലി, എൻ്റെ ഇന്റേണൽ ഓർഗൻസ്, എൻ്റെ സറൗണ്ടിങ്സ്, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എനിക്ക് കിട്ടുന്ന പണം, ഞാൻ ചെയ്യുന്ന വർക്ക്, ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, ഓരോ റിലേഷൻഷിപ്സ്, എൻ്റെ ഫ്രണ്ട് സർക്കിൾ, എൻ്റെ സോഷ്യൽ സർക്കിൾ, എനിക്ക് കിട്ടുന്ന ഓരോ ലേണിങ്സ്, എൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസസ്, എൻ്റെ താഴെയുള്ള എനിക്ക് ഒപ്പം സമമാണെന്ന് തോന്നുന്ന ഭൂമി, the earth, the land that I stay, the air that I breathe, the rays from the sun. അതില്ലായിരുന്നെങ്കിൽ എനിക്ക് കാഴ്ച ഉണ്ടാവില്ല, കാണാൻ പറ്റത്തില്ല. നമ്മളുടെ 5 പ്രൈമറി സെൻസിൽ ഒരു സെൻസിന് ഒന്നും തന്നെ ഒരു വാല്യൂ ഉണ്ടാവില്ല വിത്തൗട്ട് ഫോട്ടോൺസ്, വിത്തൗട്ട് ദിസ് റേസ് ഓഫ് ദ സൺ. മൂൺ ആൻഡ് ദ സ്റ്റാർസ്, അതില്ലാണ്ട് നമ്മൾക്ക് ഗൈഡൻസ് ഇല്ല രാത്രി. എന്തെടുത്താലും ഒരു റിസോഴ്സാണ്. മരം ഒരു റിസോഴ്സായി മാറാം, ഇലക്ട്രിസിറ്റി ഒരു റിസോഴ്സായി മാറാം. കിട്ടാണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ. ഐ ലവ് ദി എക്സ്പീരിയൻസ്. ഐ ആം പാർട്ട് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അതുകൊണ്ട് എനിക്ക് സുഖ സൗകര്യങ്ങൾ എനിക്ക് അനുഭവിക്കാം. ദാറ്റ് ഈസ് ഓൾസോ എ റിസോഴ്സ്. എനിക്ക് വിഷമം വന്നാൽ, ദേഷ്യം വന്നാൽ, സന്തോഷം വന്നാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഒരു റിസോഴ്സാണ്.
എനിക്ക് അതുപോലെ തന്നെ എൻ്റെ സപ്പോർട്ട് സിസ്റ്റംസ്, ഇതെല്ലാം എനിക്കൊരു റിസോഴ്സാണ്. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി നിർത്തണമെന്നില്ല. കൂടുതൽ വേണമെങ്കിൽ എഴുതും. മിനിമം 5 എഴുതാനാണ് പറഞ്ഞത്. സോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു തംസപ്പ് തരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷൻസ് ഏതെങ്കിലും. ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. ബി താങ്ക്ഫുൾ. നിങ്ങളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുക. ഞാൻ എങ്ങനത്തെ ഒരു ആളാണ്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളാണ്, ഞാൻ എങ്ങനെയായി തീരും എന്നുള്ള ഒരു മനസ്സുള്ളത്, അതും ഒരു റിസോഴ്സാണ്. വാട്ട് ഐ വിഷ് ടു ബി, ദാറ്റ് ഈസ് എ റിസോഴ്സ്. എനിക്കത് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റംസ്, ദാറ്റ് ഈസ് എ റിസോഴ്സ്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ആൾക്കാരും ഇൻസ്പയർ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ റിസോഴ്സ്. ദിസ് 5:30 sessions is a resource. 1, 2, yes. 3, 4, 5, 6, yes. Yes, okay. സോ നമ്മൾക്ക് ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. യു റോട്ട് ഇറ്റ് ഇൻ യുവർ ജേർണൽസ്. Practicing of gratitude. Yes. Breaking. Am I audible now? Yes. Okay. Audible ആണ്. ഇടയ്ക്കൊരു ഇല്ല, കുഴപ്പമില്ല. ജോയിൻ സ്റ്റാർട്ട് ചെയ്തു. If there is a break, just let me know, Shani ചേച്ചി. ഓ, ബ്രേക്ക് ഇടയ്ക്കുണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കുക. ഞാൻ ജോയിൻ ചെയ്തോളാം. ഓക്കെ. കണ്ടിന്യൂ. സോ എല്ലാവരും ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഇരിക്കുക. സിറ്റ് ഇൻ എ വെരി കംഫർട്ടബിൾ പൊസിഷൻ. റിലാക്സ് യുവർ സെൽഫ്. റിലാക്സ് യുവർ സെൽഫ്. മെല്ലെ കണ്ണുകൾ അടച്ച് മെല്ലെ കണ്ണുകൾ അടക്കുക. യെസ്, ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ബോഡിയിലേക്ക് ഇപ്പോൾ ശ്വസിക്കുന്ന വായു, അതിലേക്ക് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച്. കേൾക്കുന്നില്ല സർ. കേൾക്കുന്നുണ്ടല്ലോ. ഇനി തന്നെ ഒന്ന് ചെക്ക് ചെയ്യോ? ഓക്കെ. കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ. യെസ്. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുക. അണ്ടർസ്റ്റാൻഡ് ദ എയർ ദാറ്റ് യു ആർ ബ്രീതിങ്. Gently inhale in, exhale out. ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതി ചേർത്തിരിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ അത് ഉള്ളിലേക്ക് കൊണ്ടുപോകും. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഫീൽ ഇറ്റ്. ഞാൻ എന്തുകൊണ്ടാണ് അത് എഴുതിയത്? എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഞാൻ ഇന്ന് എഴുതി ചേർത്തപ്പോൾ ഞാൻ എന്തിനാണ് അത് എഴുതിയത്? എന്ത് ഫീലാണ് എനിക്കത് നടന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഫീലിങ്സ് എന്താണ്?
I love the feelings. I am grateful for it. I thank my head. നിങ്ങളുടെ തലഭാഗം ശ്രദ്ധിക്കുക. ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റ് ഭാഗം. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ ശ്രമിക്കുന്നത്, സഹായിക്കുന്നതിന്, പ്രൊട്ടക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. Bring the awareness to the stomach, your digestive systems. നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ന്യൂട്രിയൻസ് എല്ലാം ചെയ്ത് അസിമിലേറ്റ് ചെയ്ത് തരാനായിട്ട് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോട് നിങ്ങളുടെ സ്റ്റമക് മസിൽസിനോട് പറയുക. Bring the awareness towards your hands. ഏത് കാര്യങ്ങളും കൈനീട്ടി പിടിക്കാനായിട്ട്, കൂട്ടിച്ചേർത്ത് നിർത്താൻ വേണ്ടി, അടുത്ത് നിർത്താൻ വേണ്ടി, എല്ലാം കാര്യങ്ങളും ക്ലോസ് ആയിട്ട് വെക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ കൈകളെ നന്ദി പറയുക. കാലുകളിലേക്ക് അവയർനെസ് കൊണ്ടുവരിക. ഏത് ദൂരവും നിങ്ങളെ താണ്ടി ചെന്നെത്താൻ, ഓരോ ഗോൾസിലേക്ക് നിങ്ങൾക്ക് നടന്നെത്താൻ, ഓടിയെത്താൻ നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ ലെഗ്സിനോട്, കാലുകളോട് നന്ദി പറയുക. നേച്ചറിലേക്ക് ശ്രദ്ധ തിരിക്കുക. സറൗണ്ടിങ്സിലേക്ക് ശ്രദ്ധ തിരിക്കുക. നിങ്ങളെ ഇതുവരെ എല്ലാം തന്നുകൊണ്ട്, എല്ലാ നാച്ചുറൽ റിസോഴ്സസ് തന്നുകൊണ്ട് നിങ്ങളെ ഇതുവരെ പാലിച്ചെത്തിപ്പിച്ചത് നന്ദി പറയുക. ഫീൽ ദ ബ്യൂട്ടിഫുൾ ബ്ലിസ് ഓഫ് നേച്ചർ അറൗണ്ട് യു. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഫീലിംഗ്. അഞ്ച് സെൻസസിലേക്ക്, പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. കണ്ണുകളിലേക്ക്, എനിക്ക് കാഴ്ച തിരിയതിൽ, കാണാൻ സാധിക്കുന്നതിൽ, മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതിൽ. എന്റെ ചെവികൾ ഇമ്പമുള്ള കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് കേൾപ്പിച്ചു തന്നതിന്. എന്റെ skin and the feelings that I get through my kinesthetic senses. ഓരോ കാര്യം, ഓരോ മെമ്മറീസും, ഓരോ ഇൻസിഡൻസും നടക്കുമ്പോൾ എനിക്ക് അതാത് ഫീലിങ്സ് തരുന്നതിന് നന്ദി പറയുക. എന്റെ മൂക്ക് ഓരോ നല്ല നല്ല സുഗന്ധങ്ങൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. എന്റെ ഗസ്റ്റേറ്ററി സെൻസസ്, എന്റെ നാവ് സംസാരിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനും എനിക്ക് സാധിക്കുന്നതിന് നന്ദി പറയുക. എനിക്ക് വെച്ച് തന്നിട്ടുള്ള, വിളമ്പി തന്നിട്ടുള്ള, എന്നെ കഴിപ്പിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും മനോഹരമായ, നിങ്ങൾ ഓർക്കുന്ന മെമ്മറീസ് ഓഫ് ഫുഡ് നിങ്ങൾക്ക് സമ്മാനിച്ചു നന്ദി പറയുക. ആ ഫീലിംഗിൽ ഇമ്പമോടെ ഇരിക്കുക. എൻജോയ് ദ ഫീലിംഗ് ആൻഡ് എൻജോയ് ദ ബ്ലിസ്.
മല്ലേശ്വര സ്വരൂപത്തിൽ ഇരു കൈകളും കൂട്ടിത്തിരുമ്മി കണ്ണിലേക്ക് വെക്കുക. ഇരു കൈകളും കൂട്ടിത്തിരുമ്മി കണ്ണിലേക്ക് വെക്കുക. Take a deep breath and slowly open your eyes. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഉണ്ടായിരുന്നു. ഗുഡ്. എന്റെ മുഖത്തത് കാണാനുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാവർക്കും ഈ ഒരു ഫീലില്, ഈ ഒരു സന്തോഷത്തോടു കൂടി, ഈ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സോടു കൂടി, ഈ ഒരു ഹാപ്പിനെസ്സിനോട് കൂടി ഈ ഒരു ദിവസം മുഴുവൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഒരു ദിവസം എല്ലാവർക്കും അനുഗ്രഹങ്ങൾ മാത്രം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നാളെ വീണ്ടും 5:30. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. Thank you, ma'am. Thank you, Elvis Thank you, sir. ma'am. Thank you. Very much. Thank Thank you. you to all. Thank you very much. ഗീത മാം, എന്നെ മനസ്സിലായോ? ഉവ്വ, ഷമി മാം, എനിക്കറിയാം. യെസ്. ഓക്കെ. അപ്പൊ ഇതില് നമ്മള് മാം സാർ വേണ്ട കേട്ടോ, നമ്മൾ രണ്ടുപേരും ഫെസിലിറ്റേഴ്സ് മാത്രമാണ്. അപ്പോ മാം സാർ വിളി നമ്മള് നമ്മുടെ പ്രോഗ്രാംസിലൊന്നും നമ്മൾ വെക്കാറില്ല.